വേറെ ശരത്തേട്ടൻ ഇങ്ങനെ വരുന്നതിന് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അമ്മയുടെ ഒരു പാട്ട് ഇഷ്ടപ്പെട്ട ഒരു അതായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ എന്തോ വസുമതി ഇവിടെ വരൂ ഇന്ദു പുഷ്പാരുന്ന നല്ല മനോഹരമായ പാട്ടാണ്. അപ്പൊ അതിന്റെ എന്തോ ആയിരുന്നു അതിന്റെ അമ്മ ഒരു സ്വപ്നം കണ്ടതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് ഞാനങ്ങനെ സ്വപ്നം അങ്ങനെ കാണാറൊന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് അങ്ങനെ വല്ലപ്പോഴും അപ്പം ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ എന്താ പറയണ്ട താടിയും എല്ലാം വിളിച്ച് ഒരുപാട് പ്രായമായ ഒരു ഇല്ലേ അങ്ങനെ വന്നത്. എന്നിട്ട് അങ്ങനെ വരെ നമുക്ക് ഇനി നമുക്ക് പോവാമെന്ന് പറഞ്ഞു എന്നോട്. നമുക്കങ്ങ് പോവാം, ഇനിയിപ്പോൾ മതിയല്ലോ, കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ടിരിക്കുമല്ലേ, എല്ലാവരും വലുതായ കുഞ്ഞുങ്ങളും ഒക്കെ ആയി നല്ല ഇതായില്ലേ, അതുകൊണ്ട് ഇനി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അന്നേരം മോൻ പറഞ്ഞു പോകാൻ, അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അമ്മ കുറച്ചാൾ കൂടെ എങ്കിലും ഞങ്ങളുടെ കൂടെ ഇനി ഇരിക്കട്ടെ, എന്നിട്ട് അച്ഛൻ്റെ കൂടെ ഇപ്പം ഇനി വിടുന്നില്ല, വിളിക്കാനായിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ അറിയാം. ദൈവം ചുംബിച്ച വിരലുകൾ എഴുതിയ പ്രണയത്തിൻ്റെ എത്രയെത്ര ഇതൾ വിടർന്ന ഭാവനകൾ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും അമ്മയോട് വല്യമ്മയോട് സംസാരിച്ചിരുന്നു, എന്നാലും ചോദിക്കുകയാണ്. ശരിക്കും ഒരു കാലഘട്ടത്തിൽ ചേച്ചിയുടെ ഒരു ജീവിതത്തിൽ നിന്നാണല്ലോ അമ്മയുടെ ജീവിതത്തിലേക്ക് സാറ് വരുന്നത്. അപ്പോൾ ശരിക്കും അത് അങ്ങനെ എല്ലാവരും ഒരു തീരുമാനം എടുത്തപ്പോൾ അമ്മയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ശരിക്കും അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടപ്പോഴത്തേക്ക്? ഇല്ല, എനിക്കൊരു മാനസികാവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചേച്ചി അല്ല, ഞാൻ ഇതല്ല വേറൊരാളെ എനിക്ക് കല്യാണം കഴിക്കാതിരിക്കില്ല. അപ്പോൾ അങ്ങ് പോകും. അപ്പം അങ്ങനെയായി ഇവരെന്തായാലും അമ്മയ്ക്ക് എന്തായാലും മോൻ്റെ ഒരു കുട്ടിയെ കാണണം, അതാണ് അമ്മയുടെ ഏറ്റവും വലിയ പ്രായമായി. അപ്പം അമ്മയ്ക്ക് ഏറ്റവും ആഗ്രഹം അമ്മയ്ക്ക് അതായിരുന്നു. പക്ഷെ അത് 6-7 വർഷം ആയിട്ട് അമ്മ കാത്തിരുന്നിട്ട് അത് കാണാതെ ആയപ്പോൾ എന്തായാലും മോനെ കൊണ്ട് വേറെ കല്യാണം കഴിക്കാൻ, മോന് വേണ്ടാന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും കല്യാണം കഴിക്കാതിരിക്കില്ല. അതാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധമായി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു പിന്നെ ഏതായാലും വേറെ കല്യാണം കഴിക്കുമെങ്കിൽ ചേച്ചി തന്നെ പറഞ്ഞു എന്നാൽ പിന്നെ നിന്നെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ബുദ്ധിമുട്ടില്ല, എനിക്കും വേറെ ഒരാൾ എന്നുള്ള ഒരു ഇത് വരികയില്ലല്ലോ എന്ന് തന്നെ പറഞ്ഞ് നിർബന്ധമായിട്ട്. എനിക്കല്ലാതെ ആലോചന ഇഷ്ടം പോലെ വന്നതാണ്. പക്ഷെ നമുക്കന്നേരം ഇതാ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചേച്ചി തന്നെ സമ്മതിച്ചു. അതൊക്കെ ഓരോ വിധിയാകട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞു, അതായത് കൊച്ചെറുപ്പത്തിലൊക്കെ ഇപ്പം വലിയ ആളാണെന്ന് പറയാം, അന്നൊക്കെ കൊച്ചിലേരി ചൊറിയെല്ലാം പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, കാണുമ്പോഴേ ഞാൻ പറയും, ചേച്ചിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ ചേട്ടാന്ന് വിളിക്കില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. അത്ര ഇങ്ങനെ ഒന്ന് കോൺഗ്രസ്സായിട്ട് നടക്കുന്ന കാലമൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഇതല്ല ആകെ കൂടി ഇതാണ്. അപ്പം ഞാൻ പറയും അമ്മാവനോട്, അമ്മ ഞാൻ ഇതിനെ ചേട്ടാന്ന് വിളിക്കില്ല കേട്ടോ, അതൊരു അപ്പോൾ അവസാനം പറയും പിന്നെ അവസാനം ഞാൻ തന്നെ ചേട്ടാന്ന് വിളിക്കേണ്ടി വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു വിധിയാണെന്ന് പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് വേറെ 3-4 നല്ല കല്യാണാലോചന വന്നു അതിൻ്റെ ഇടയിൽ ഒക്കെ പോയി. പക്ഷെ അന്നേരം ഇങ്ങനെ മോൻ പറയണ പോലെ വേറുള്ളവരുള്ളവരായിരുന്നെങ്കിൽ ഇന്ന് അമ്മ ആരും അറിയില്ലായിരുന്നു. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അതെ, ഇങ്ങനെ ഒരു പേരെ ആരും അറിയില്ലായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് അങ്ങനെ അറിയുന്നില്ലേ. അല്ലെങ്കിൽ തിരുവപ്പാറിന് പൂണാവിൽ പോയിട്ട് അകത്തിരിക്കുന്ന സാമ്പാറും ചോറും കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ആളായിരുന്നെങ്കിൽ അമ്മ വല്ലവരും അറിയുമായിരുന്നു. അപ്പൊ അമ്മ എല്ലാവരും അറിയുന്നില്ലേ.